അസ്സലാമലൈക്കും, വെൽക്കം ടു ക്രേസി കുക്കിംഗ്. ഞാൻ അഷ്ഫ. ഇന്ന് ഞാൻ എൻ്റെ ഉമ്മയും കൂടി നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പിസ്സ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. എന്നാൽ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിനു വേണ്ടി കുക്കർ സ്റ്റവിൽ വെച്ച് ചിക്കൻ, സോയാ സോസ്, കുരുമുളക് പൊടി, ഉപ്പ്, 1/2 കപ്പ് വെള്ളം എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. എന്നിട്ട് 2 വിസിൽ വരുന്നത് വരെ വേവിക്കണം. ചിക്കൻ വേവുന്ന സമയം കൊണ്ട് പിസ്സയുടെ ബേസിനുള്ള മാവ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാറിൽ 1 കപ്പ് പാല്, 1 കപ്പ് മൈദ, 1 മുട്ട, 1 ടേബിൾ സ്പൂൺ ബട്ടർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ പഞ്ചസാര, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി അടിച്ചെടുക്കണം. ഇനി ഈ മാവ് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഒന്ന് പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് പിസ്സയുടെ ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു പാൻ ചൂടാക്കി കുറച്ച് ബട്ടർ അതിലേക്ക് ചേർക്കണം. ബട്ടർ നന്നായി മെൽറ്റായി വരുമ്പോൾ 1 കപ്പ് ക്യാപ്സിക്കം അതിലിട്ട് വഴറ്റണം. വഴറ്റിയ ക്യാപ്സിക്കത്തിലേക്ക് പിച്ചി വെച്ച ചിക്കൻ ഇടാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് 5 മിനിറ്റ് അടച്ച് വെച്ച് നന്നായി വേവിക്കണം. ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് നമ്മളുടെ ഫില്ലിംഗ് മാറ്റി വയ്ക്കണം. ഇപ്പം നമ്മുടെ മാവും ഫില്ലിങ്ങും എല്ലാം തയ്യാറായി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പിസ്സ സെറ്റ് ചെയ്യാം. അതിനു വേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് ബട്ടർ ഇട്ട് നന്നായി ചൂടാക്കണം. എന്നിട്ട് 2 വലിയ തവി മാവ് ഒഴിക്കണം. നമ്മളുടെ മാവ് നന്നായി ചൂടായി കുഞ്ഞു കുഞ്ഞു ബബിൾസ് വരുമ്പോൾ നമ്മളുടെ ഫില്ലിങ് വെതറി കൊടുക്കുക. പിസ്സ നന്നായി ചൂടായി വരുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് ഗ്രേറ്റ് ചെയ്ത ചീസും കൂടി വിതറി കൊടുക്കണം. ചീസ് നിർബന്ധമില്ല, ചീസും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും.
ഇനി പിസ്സ ഒന്ന് മറിച്ചിടണം. സൂക്ഷിച്ച് ചെയ്യണം. ഞങ്ങളെ ഫില്ലിങ് കുറച്ച് പുറത്ത് പോയി. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിച്ച് ചെയ്യണം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയ പിസ്സ റെഡിയായി. ഇപ്പം ഞങ്ങളൊരു സേവിങ് പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.